സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. കേന്ദ്ര കമ്മിറ്റി കൂടി ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത നടപടിക്രമത്തെക്കുറിച്ചും പോളിറ്റ് ബ്യൂറോയെ തിരഞ്ഞെടുത്ത നടപടിക്രമത്തെക്കുറിച്ചും ഞാൻ പറയാം. മേരാ ഹിന്ദി ബഹുത്ത് ബുരാ ഹേ, അച്ഛാത്തരക് ഭാഷൺ ദേന ബഹുത്ത് മുഷ്കിൽ ഹേ. ബെറ്റിയെ ലുട്ടാപ്പി എന്ന് വിളിച്ചിരുന്നു, അപ്പുവിനെ ശിങ്കിടി മുങ്കൻ എന്ന് വിളിച്ചിരുന്നു. ഇപ്പം അപ്പുവിൻ്റെ മകനെയും ശിങ്കിടി മുങ്കൻ എന്ന് വിളിക്കും. അപ്പോൾ ബെറ്റി പറയും അത് അപ്പുവിൻ്റെ പേരാണ്. ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ ശിങ്കിടി മുങ്കൻ 1, ശിങ്കിടി മുങ്കൻ 2, ഇപ്പോൾ ശിങ്കിടി മുങ്കൻ 3 ആയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നാണ് ജ്യോതിബാസുവിന് അങ്ങനെ പറയാനുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള ആധികാരികതയുണ്ട്. 3 പതിറ്റാണ്ട് തികയുന്നതിന് വിപ്ലവം വിജയിപ്പിക്കാൻ പറ്റി. ഇന്ത്യയിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് പോയിന്റിലായിട്ട് EMSനോട് ചോദിച്ചു. EMS കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, കാസ്റ്റ്. അതല്ല, നമ്മളിങ്ങനെ പോയാൽ മതിയോ എന്നൊന്ന് CP ജോൺ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആലോചിക്കാൻ പറ്റും. സഹാബ് G. സുധാകരനും അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നേതൃത്വം, ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം പരിശോധിച്ച് അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സമുന്നത CPM നേതാവും പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ MA ബേബിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ MA ബേബി. അപ്പോൾ ആദ്യമേ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ പുതിയ പദവിയിലേക്ക് എത്തിയതിൽ. സന്തോഷം. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാ രഹസ്യങ്ങൾ താങ്കൾ ഒരിക്കലും പുറത്തു പറയില്ലെന്നറിയാം. പക്ഷേ എങ്കിലും പുറത്തു വന്ന വാർത്തകളിൽ ബംഗാൾ ഘടകമൊന്നും താങ്കളെ അനുകൂലിച്ചില്ല, ആ ഒരു അശോക് ദാവഡയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര വിഭാഗം അനുകൂലിച്ചില്ല എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം ചോദിച്ച നിലയ്ക്ക് പാർട്ടിയിൽ പുറത്ത് പറയേണ്ടതെന്ത്, പുറത്ത് പറയേണ്ടതില്ലാത്തതെന്ത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഞാൻ കഴിയുന്നിടത്തോളവും പാർട്ടി രഹസ്യങ്ങളായിട്ട് സൂക്ഷിക്കേണ്ട ആളാണ്. പാർട്ടി രഹസ്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഞാൻ കള്ളം പറയില്ല. പക്ഷെ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പറയില്ല, ആ സത്യവും ഞാൻ പറയില്ല, സത്യം വെളിപ്പെടുത്തുകയില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു ചർച്ചയെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു ചുമതലയിൽ ഇപ്പോൾ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ സംബന്ധിച്ച് പറയാം. കേന്ദ്ര കമ്മിറ്റി കൂടി ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത നടപടിക്രമത്തെക്കുറിച്ചും പോളിറ്റ് ബ്യൂറോയെ തിരഞ്ഞെടുത്ത നടപടിക്രമത്തെക്കുറിച്ചും ഞാൻ പറയാം. പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത നടപടിക്രമത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട. ഒരാൾ മത്സരിച്ചു, അദ്ദേഹത്തിന് 31 വോട്ട് കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ അതൊരു സത്യമാണ്. അതുപോലുള്ള സത്യമാണ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോൾ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് മുഹമ്മദ് സലീം ഈ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി യോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി സഖാവ് പിണറായി വിജയൻ്റെ പേര് ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത്. എന്തിനാണ് പിണറായി വിജയൻ? ഇന്നത്തെ PBയിലും CCയിലുമുള്ള ഏറ്റവും മുതിർന്ന നേതാവ് സഖാവ് പിണറായിയാണ്. സഖാവ് പിണറായി വിജയൻ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ സഖാവ് BV രാഘവലു, ആന്ധ്രയിൽ നിന്നുള്ള നേതാവ്, സഖാവ് മുഹമ്മദ് സലീമിൻ്റെ പ്രപ്പോസലിനെ, നിർദ്ദേശത്തെ പിന്താങ്ങുന്നു. അധ്യക്ഷനാകണം സഖാവ് പിണറായി വിജയൻ എന്നുള്ള നിർദ്ദേശം. അപ്പോഴാണ് അദ്ദേഹം അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. മൈക്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പറയാം എന്ന് പറഞ്ഞപ്പോൾ സഖാവ് മുഹമ്മദ് സലീം തന്നെ മൈക്ക് വാങ്ങി എൻ്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗവും കിസാൻ സഭയുടെ നേതാവും വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഡോക്ടർ അശോക് സവളെ, അദ്ദേഹം വന്ന് സലീമിൽ നിന്ന് മൈക്ക് വാങ്ങിച്ച് സഖാവ് മുഹമ്മദ് സലീമിൻ്റെ നിർദ്ദേശം, ഇന്നയാൾ ജനറൽ സെക്രട്ടറിയാണോ എന്ന നിർദ്ദേശത്തെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സഖാവ് പിണറായി വിജയൻ ചോദിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ, അല്ലെങ്കിൽ വേറെ പേര് ഉദ്ദേശിക്കാനുണ്ടോ? സമയം കൊടുത്തു. പൂർണ്ണ നിശബ്ദതയാണ്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അനുകൂലിക്കുന്നു എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു. അതാണ് നടന്നത്. അപ്പം കഴിഞ്ഞില്ല. അപ്പം ഞാൻ വരുന്നു. ഞങ്ങൾ ആലോചിച്ച പോളിറ്റ് ബ്യൂറോയെക്കുറിച്ച് ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടുള്ള പേരുകളുണ്ട്. നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ ആണ്
ഭാവി പോളിറ്റ് ബ്യൂറോയെക്കുറിച്ചുള്ള പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടത്. അപ്പോൾ ഞാൻ വായിച്ചു. സഖാവ് പിണറായി വിജയൻ, BV രാഘവലു, മുഹമ്മദ് സലീം, അങ്ങനെ 17 പേര് വായിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു 18-ാമനായിട്ട് MA ബേബി ജനറൽ സെക്രട്ടറി PB വേണമല്ലോ, ഞാനുമുണ്ടെന്ന് പറഞ്ഞു. അതും ഒരു വ്യത്യസ്തതയുമില്ലാതെ സഖാക്കൾ അംഗീകരിച്ചു. ഈ തീരുമാനങ്ങൾ സഖാവ് പിണറായി വിജയൻ വന്ന് പാർട്ടി കോൺഗ്രസിൽ അനൗൺസ് ചെയ്തു. ഇത്രയാണ് സംഭവിച്ചത്. PBCC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾ അറിയാതിരുന്നതുമായ കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ വന്നല്ലോ, അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. എന്താണ് തലേ ദിവസം രാത്രിയിൽ 6 പേര് എതിർത്തു. ഈ പറഞ്ഞതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? ഈ അജണ്ട എടുത്തത് കൂടിയാലോചന, ഈ PB തലേ ദിവസം നടന്ന കൂടിയാലോചനയിൽ എതിർപ്പുണ്ടായി, 2 മണിക്കൂറോളം തർക്കം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. അവിടെ തർക്കിച്ചവർ ശരി ഞങ്ങൾക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എണീക്കില്ലേ? ഇപ്പോൾ താങ്കൾ കേരളത്തിലെ എന്നല്ല, കേരള രാഷ്ട്രീയത്തിലെ, കേരളത്തിൽ നിന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് പോയ രാഷ്ട്രീയത്തിലെ ഒരു മാനുഷിക മുഖമുള്ള ഒരാളാണ്. താങ്കൾ ഈ പദവിയിലേക്ക് എത്തുമ്പോൾ പൊതുസമൂഹം ജനകീയ വിഷയങ്ങളിലൊക്കെ അവർ ആഗ്രഹിക്കുന്ന പല തീരുമാനങ്ങളും എടുക്കാൻ താങ്കൾ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കും. അവരോട് എന്താ പറയാനുള്ളത്? ആദ്യമായി പാർട്ടിയിലെ ഒരു മാനുഷിക മുഖം എന്ന് എന്നെ വിശേഷിപ്പിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. പക്ഷേ എൻ്റെ ഒപ്പം പാർട്ടി പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ എനിക്കറിയാം. ഞാൻ മനസ്സുകൊണ്ട് പലത് നോക്കിയിട്ട് മാനുഷികമല്ലാത്ത മുഖമുള്ള ഒറ്റയാളെപ്പോലും എൻ്റെ സഹപ്രവർത്തകന്മാരുടെ ഇടയിൽ PBയിലോ CCയിലോ പിന്നെ കേരളത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. എനിക്കെന്തെങ്കിലും മാനുഷികമായ മുഖമോ സ്വഭാവവിശേഷതകളോ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് എന്നുള്ളതാണ്. പിന്നെ എൻ്റെ സുഹൃത്ത് രാജേഷിൻ്റെ ചോദ്യത്തിന് 2ാം ഭാഗം, ജനങ്ങൾക്ക് പല പ്രതീക്ഷകളുമുണ്ട്, പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ടാകാം. അപ്പം അതിൽ രാജേഷ് ശരിയാണ്. ഓരോരുത്തരിൽ നിന്ന് ഓരോ തരത്തിലായിരിക്കും പ്രതീക്ഷിക്കുക. കാര്യം ഓരോരുത്തരെക്കുറിച്ചും ജനങ്ങൾക്കുള്ള ഒരു സങ്കല്പം വ്യത്യസ്തമാകും എന്നുള്ളതിനകത്ത് എനിക്ക് സംശയമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള സമീപനം പാർട്ടിയിൽ നിന്നോ പാർട്ടിയുടെ വ്യത്യസ്ത ചുമതലകൾ വഹിക്കുന്നവരിൽ നിന്നോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഏതെല്ലാം കാര്യങ്ങളിൽ കഴിയും അവിടങ്ങളിലെല്ലാം പ്രവർത്തിക്കണം. എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തുറന്നു പറയാം, ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർ വിളിച്ചിട്ട് എനിക്കൊരു ജോലി വേണം എന്ന് പറയാം. അവരുടെ ധാരണ ഇങ്ങനെ മന്ത്രിയായിരുന്ന ഒരാൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആൾ, അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇപ്പോൾ ഈ പുതിയ ചുമതല വന്നതിന് ശേഷവും അങ്ങനെയുള്ള ചില ഫോണുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഞാനത് ശേഖരിച്ച് വെക്കും. ഞാൻ അവരോട് പറയും, നിങ്ങളുടെ യോഗ്യതയും കഴിവും സംബന്ധിച്ചിട്ടുള്ള ഒരു ഇത് തരിക, നിങ്ങൾ തന്നെ അന്വേഷിക്കുക. അങ്ങനെയുള്ളവരുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കും ബന്ധപ്പെട്ടവരോട് പറയാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കഴിവോടെ തെളിയിക്കണം. അപ്പം അതൊരു രീതിയാണ് വിഷയങ്ങൾ കൈകാര്യം. പിന്നെ പൊതുവായ വിഷയങ്ങളുണ്ട്. പൊതുവായ വിഷയങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആ നിലയിൽ വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ എന്തും വന്നാൽ ഒരു പൊതുപ്രവർത്തകൻ അത് ശ്രദ്ധിക്കണം. അതിലിടപെട്ട് നമുക്ക് എന്തെങ്കിലും പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ നിർവഹിച്ചിരിക്കണം. ആ ഒരു സമീപനമാണ്. ഇപ്പോൾ സുന്ദരയ്യ മുതൽ ഇപ്പോൾ കഴിഞ്ഞ യെച്ചൂരി വരെ എല്ലാവരും പിന്തുടരുന്നത് പാർട്ടിയുടെ നയമാണ്. ഇപ്പോൾ സഖാവ് ഒരു ഹാർഡ് കോർ ഡിസിപ്ലിനറിയിലാണ്, അച്ചടക്കത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടി എന്നെല്ലാം വിശ്വസിക്കുന്ന ഒരു സഖാവാണ്. പക്ഷേ വ്യക്തികളാണ്. ഇപ്പോൾ യെച്ചൂരി സഖാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആയിരിക്കത്തില്ല ബേബി സഖാവിൽ നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നു. അതിനൊരു വലിയൊരു പ്രതീക്ഷ കേരള സമൂഹത്തിന്, പ്രത്യേകിച്ചും EMSന് ശേഷം ഒരു മലയാളി, പ്രകാശ് കാരാട്ട് മലയാളി ആയിരുന്നെങ്കിലും അദ്ദേഹം ഡൽഹി ഘടകത്തിൽ പ്രവർത്തിക്കുകയാണ്. കേരളത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഇത് മറ്റുള്ളവർക്ക് മാനുഷിക മുഖം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു അലിവുള്ള, ഒരു അന്യൻ്റെ ദുഃഖത്തിൽ സഹതാപം തോന്നുന്ന, കരുണ ഉള്ള, അല്ലെങ്കിൽ എല്ലാവരോടും സമഭാവനയോടെ ഇടപഴകുന്ന ഒരാൾ ഈ പദവിയിലേക്ക് വരുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോട് നോക്കുന്നവരോട് എന്താണെന്ന് അല്ലേ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അത് എൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും കഴിവോ താല്പര്യമോ വാശിയോ കൊണ്ട് മാത്രം നിർവഹിക്കാൻ കഴിയുന്നതല്ല. എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ സഹായത്തോടെ, ഇപ്പം നയപരമായ എന്ത് കാര്യമാണെങ്കിലും
എൻ്റെ സഹപ്രവർത്തകരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടേ പറ്റുള്ളൂ. അതിൽ ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയും. ഇതായിരിക്കും നല്ലത്, അതിനുവേണ്ടി വാദിക്കാൻ കഴിയും. പക്ഷേ എൻ്റെ സഹപ്രവർത്തകരും കൂടെ അത് ബോധ്യപ്പെടണം. വ്യക്തിപരമായ സഹായം ചെയ്യുന്നതാണെങ്കിൽ നിയമവിരുദ്ധമല്ലാത്ത എന്ത് സഹായവും ചെയ്യാൻ നമുക്ക് നമ്മുടേതായ ബന്ധങ്ങളോ കഴിവുകളോ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതിലെല്ലാം ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തന്നെ വേണം എന്നതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ച് നിന്ന് അല്ലെങ്കിൽ ഉപ്പിൽ മുട്ടുകുത്തി നിന്ന് CPO റാങ്ക് ഹോൾഡേഴ്സ്, സിവിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ വനിതകളെ റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് ആശാ വർക്കർമാർ 50 ദിവസത്തിലധികമായി സമരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഖാവ് ഇതിലെല്ലാം ഒരു നിലപാട് ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രതീക്ഷ, ബേബി സഖാവ് വരികയാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരും, ഞങ്ങളുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ ഒന്ന് ഇടപെടും. ഇന്നിപ്പോൾ ആശാ വർക്കർമാർ ഒരു കത്തും തന്നു നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇതിനകത്തുള്ള ഒരു വിഷയം, ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിലെ ഗവൺമെൻറ് അല്ല. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ വളരെ പരിമിതമായ അധികാരാവകാശങ്ങളും സാമ്പത്തിക ശേഷിയും തനത് വരുമാനവും മാത്രമുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഈ ഭരണ സംവിധാനത്തിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ പിരിച്ചുവിടാം. പിരിച്ചുവിട്ടിട്ടുണ്ട്. EMSൻ്റെ ഗവൺമെൻറ്റിനെ നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കുറേ കലാപങ്ങളെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സങ്കീർണതകളുണ്ട്. ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വിഷയമാണെങ്കിൽ, ഒന്നാമത് പബ്ലിക് സർവീസ് കമ്മീഷൻ സംവിധാനത്തിലൂടെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന ഇന്ത്യയിലെ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ വളരെ വലിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളൊരു പ്രത്യേകത കേരളത്തിലുണ്ട്. സംവരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമായിട്ടാണ് ഇത്ര വലിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആളുകളുടെ ഒരു മനോഭാവം എന്താണ്? റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടണം, ഞങ്ങൾക്ക് ജോലി തരാതെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൂടാ, തുടങ്ങിയിട്ടുള്ള വളരെ സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് പലരും കൊട്ടാരക്കരയിൽ നിന്നുള്ളവർ, കൊല്ലത്ത് നിന്നുള്ളവർ, കരുനാഗപ്പള്ളിയിൽ നിന്നുള്ളവർ ഇന്ന് എന്നെ കണ്ടു ഉച്ചയ്ക്ക് പാർട്ടി ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ. അപ്പോൾ ഇവരുടെ പ്രശ്നം വളരെ ജനുവിനാണ്. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതിരൂക്ഷമായൊരു പ്രശ്നമാണ്. ഇന്ത്യയിലും അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ കേരളത്തിലും അതിരൂക്ഷമായൊരു പ്രശ്നം. അപ്പോൾ ഇതിന് പരിഹാരം കാണാൻ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റും കേരളത്തിലെ സ്വതന്ത്ര സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനും ഇത് രണ്ടും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യേകമായ പല പ്രശ്നങ്ങളുമുണ്ട്. ആശാ വർക്കർമാരുടെ പ്രശ്നത്തിലേക്ക് വന്നാൽ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവർ നടത്തുന്ന സമരത്തിലൂടെ കേരളീയ സമൂഹത്തിന് ഒരു നേട്ടമുണ്ടായിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ അവസ്ഥ എന്താണ്? ഈ ആശാ വർക്കർമാർ ഒരു കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് നിയമിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം. സംസ്ഥാന ഗവൺമെൻറ്റിന് പരിമിതമായ അധികാരാവകാശങ്ങളാണ് ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്ന കാര്യം. പിന്നെ 1000 രൂപ സംസ്ഥാന ഗവൺമെൻറ് നൽകിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 7000 രൂപ നൽകപ്പെടുന്ന അവസ്ഥ ഇന്നുണ്ടായതിൽ എന്താണ് LDF ഗവൺമെൻറ്റിൻ്റെ സംഭാവന? UDF ഗവൺമെൻറ്റിൻ്റെ സംഭാവന വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര നിസ്സാരമായ ശതമാനമാണ്? ഈ കാര്യങ്ങളെല്ലാം കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് വരാൻ സഹായിച്ചത് നമ്മുടെ കുറേ സഹോദരിമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന ഈ സമരത്തിൻ്റെ. പക്ഷേ അതിനെ ഇങ്ങനെ സമീപിക്കാൻ വൈകാരികമായിട്ട് കുറേയധികം സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ മഴയും വെയിലും മഞ്ഞുമേറ്റ് കഴിയുന്നു. അവർ വന്ന് അവരുടെ തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയാണ്. ആ സമയം സമൂഹം താരതമ്യപ്പെടുത്തും. PSC അംഗങ്ങളുടെ ശമ്പളം വളരെ വാരിക്കോരി കൂട്ടിക്കൊടുക്കുന്നു. അന്നേരം പൊതുസമൂഹം ഇങ്ങനെയുള്ള ചില ചിന്തകളിലേക്ക് കിടക്കുക. ആ ഒരു സമൂഹത്തിൻ്റെ ചിന്തയ്ക്ക് ഏകദേശമെങ്കിലും അടുത്തെത്താൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ പാർട്ടിക്ക് കഴിയുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുടെ ഇത് പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്ക് നൽകേണ്ട ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഡിസ്ട്രിക്റ്റ് ജഡ്ജിമാർക്ക് തുല്യമാണ് എന്ന ഒരു വ്യവസ്ഥ, നിയമം നിലവിലുണ്ട്. ഡിസ്ട്രിക്റ്റ് ജഡ്ജിമാരുടെ ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു, ശമ്പള പരിഷ്കാരത്തിൻ്റെ ഭാഗമായി. അപ്പം തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്കും വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു.
അത് വർദ്ധിപ്പിക്കാതിരുന്നത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ അവസ്ഥയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അപ്പം ഇത് ഗവൺമെൻറ്റിന് സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നതല്ല. വേണമെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് സാമ്പത്തിക അവസ്ഥയെല്ലാം വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കാലതാമസം പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുടെ ശമ്പളം ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളത്തിന് ആനുപാതികമാക്കുന്ന കാര്യത്തിൽ കുറേ ഡിലേ കാലതാമസം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഉടനടി ഞങ്ങൾക്കത് വേണ്ട എന്ന് നിങ്ങളൊന്ന് സമ്മതിക്കും നല്ലതാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് വീണ്ടും നീട്ടാമായിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ ഇതിനെ ബന്ധപ്പെടുത്തുന്നത് ഒറ്റനോട്ടത്തിൽ ശരിയാണെന്ന് തോന്നുമെങ്കിൽ അവർക്കിത് ചെയ്തിട്ട് ഇവർക്ക് എന്താ ചെയ്ത് ഇവരുടെ ഇത് മാറ്റാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല. അതാണ് ഇതിനകത്ത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്നത് ചെയ്യാം. അത് 1000 ആയിരുന്നത് 7000 വരെ വർദ്ധിപ്പിക്കുന്നതിൽ സംഭാവന ഇട്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. മറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി മന്ത്രി വരുമ്പോൾ ഒരു പരാതിയുമില്ലാതെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം. പക്ഷേ അവരോടല്ലേ ചോദിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവർ സമരത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിന് മുമ്പിൽ പോയിട്ടായിരുന്നു ഉന്നയിക്കേണ്ടിയിരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ രംഗത്ത് ഈ സമരം നടത്തുന്നവരെക്കാൾ സ്വാധീനമുള്ള മറ്റ് പല യൂണിയനുകളെല്ലാം ഉണ്ട്. 25,000-ഓളം ആശാവർക്കർമാർ കേരളത്തിലുണ്ട്. അവർ പ്രയാസത്തിലാണ്. അവർക്ക് അർഹമായ കൂലി ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത്, ഉണരറിയും കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ള സതുദ്ദേശമാണ് ഈ SUCയുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുണ്ടായിരുന്നതെങ്കിൽ സാധാരണ ട്രേഡ് യൂണിയൻ രംഗത്ത് എന്താ ചെയ്യാറുള്ളത്? ഒരു ഫാക്ടറിയിൽ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ സമരം ചെയ്യുക. അവിടെ 15 യൂണിയനുണ്ട്. അവർ പരസ്പരം ആലോചിക്കും നമ്മുടെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഈ സമരത്തിന് SUCI നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് അവരുടെ സമരം വിജയിക്കണ്ട എന്നുള്ളൊരു ചിന്തയുണ്ട്. അതേ അല്ല, ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ ആ രംഗത്തുള്ള എല്ലാ യൂണിയനുകളും സഹകരിച്ചാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാതെ ഈ ഒരു യൂണിയൻ മാത്രം 25,000 തൊഴിലാളികൾ ആശാവർക്കർമാരുള്ളിടത്ത് 500-നടുത്ത് അംഗങ്ങളുള്ള ഈ ഒരു സംഘടന മാത്രം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടതിന് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഒറ്റനോട്ടത്തിൽ കാണുന്നതിനപ്പുറം ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇത് ഈ ന്യായാന്യായങ്ങൾ പറഞ്ഞാലും കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ ഒരു അലിവ് അവർക്കുണ്ട്. ഇപ്പോൾ അങ്ങയുടെ സുഹൃത്തുക്കളായ സച്ചിദാനന്ദ മാഷ്, സാറ ജോസഫ്, എന്നിന് KR മീര അടക്കം ഈ പ്രശ്നത്തിൽ താങ്കൾ ഇടപെടണമെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തുമോ? ഞാൻ മാത്രമല്ലല്ലോ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ടവരെല്ലാം ഇവരോട് ചർച്ച ചെയ്തതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 3 ചർച്ചകൾ ഇവരുമായിട്ട് നടത്തിയത്. പക്ഷേ ഈ ചർച്ചയെല്ലാം നടത്തുമ്പോൾ ഒരു പരിഹാരം, ഏതെങ്കിലും ഒരു സമരം ഉന്നയിച്ച ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. പക്ഷേ ഉന്നയിച്ച ആവശ്യം അതേപടി അംഗീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ഓരോ സമരവും ഉന്നയിച്ച ആവശ്യം മുഴുവൻ അംഗീകരിച്ചിട്ടാണോ ആ സമരങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത്? സ്ട്രഗിൾ, കോംപ്രമൈസ്, സ്ട്രഗിൾ. ഇതിൽ കോംപ്രമൈസ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇല്ല, അതാണ് വളരെ വ്യക്തമാണ്. ഇപ്പം താങ്കൾ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുമ്പോൾ താങ്കളോടൊപ്പം പ്രവർത്തിച്ചു വന്ന പരിചയസമ്പന്നരായ സുഹൃത്തുക്കളായ അനവധി പേർ നേതൃത്വത്തിൻ്റെ പദവികളിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണോ ഈ പദവി? എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി പദവിയെ നോക്കിക്കാണുന്നത്? ഒന്നാമത് തുടർച്ചയായിട്ട് പദവി എന്ന് എൻ്റെ സുഹൃത്ത് പ്രയോഗിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനിതിനൊരു ചുമതലയായിട്ടാണ് കാണുന്നത്. ഇതൊരു പദവിയല്ല, ഇതൊരു ഉത്തരവാദിത്വമാണ്. രാജേഷ് ചോദിച്ചത് ശരിയാണ്. 3 ടേം ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച സഖാവ് പ്രകാശ് കാരാട്ട് ഇപ്പം ചുമതല ഒഴിഞ്ഞിരിക്കുകയാണ്. ബൃന്ദ കാരാട്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. മണിക് സർക്കാർ ഒഴിഞ്ഞിരിക്കുകയാണ്. യെച്ചൂരി തുടരേണ്ടയാളായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ. സെക്രട്ടറി സ്ഥാനം ഒഴിയുമായിരുന്നു 3 ടേം ആയതുകൊണ്ട്. പക്ഷേ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്ന ആളാണ് സഖാവ് യെച്ചൂരി. അപ്പം അത് വലിയ നഷ്ടമാണ്. അതിപ്പം സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചു. സുഭാഷിണി അലി ഒഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ സൂര്യകാന്ത മിശ്ര ഒഴിഞ്ഞു. അപ്പം ഒരു നിര
അതിപ്രമുഖരായ നേതാക്കന്മാർ, കരുത്തരായ നേതാക്കന്മാർ PB എന്ന് ഒഴിഞ്ഞു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇതുപോലെ തന്നെ പരിചയസമ്പന്നരായ കുറേയധികം സഖാക്കൾ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ പലരും. അലികിഷോർ പട്നായിക്ക് അടിയന്തരാവസ്ഥക്കാലത്ത് സമരം ചെയ്ത് പീഡനമേറ്റ വിദ്യാർത്ഥി നേതാവായിരുന്നു ഒഡീസയിൽ നിന്നുള്ള, അങ്ങനെ പലരുമുണ്ട്. എന്നാൽ പാർട്ടി ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളൊരു തീരുമാനം, ഇങ്ങനെ ഇപ്പോൾ വഹിച്ചു പോന്നിരുന്ന ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞുന്ന, പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പ്രകാശ് കാരാട്ടിനെയും ബൃന്ദ കാരാട്ടിനെയും തൊട്ടടുത്ത് തന്നെയുള്ള സുഭാഷിണി അലിയെയും കാൺപൂരിലാണ്, ഇവരെല്ലാം തുടർന്നും ഇപ്പോഴത്തെ വ്യത്യസ്ത ചുമതലകൾ വഹിക്കുന്ന പോൾ ബ്യൂറോ അംഗങ്ങൾ അഭ്യർത്ഥിക്കുന്നതനുസരിച്ച് പല ഉത്തരവാദിത്വങ്ങളും പല സഹായങ്ങളും പാർട്ടി അഖിലേന്ത്യാ കേന്ദ്രത്തിൽ നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അത് ആദ്യം കൂടുന്ന പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും തന്നെ അതിന് കൂടുതൽ സൂക്ഷ്മമായിട്ട് രൂപം നൽകും, അവരുടെ സേവനം പ്രയോജനപ്പെടുത്തും ഉണ്ടാവും. ഇപ്പം പഠന ക്ലാസ് അഖിലേന്ത്യാ തലത്തിൽ നടത്തുക, ഹിന്ദി മേഖലയിൽ പഠന ക്ലാസ് നടത്തുക, ഇവരെല്ലാം അധ്യാപകരായിട്ട് ഉപയോഗിക്കാൻ കഴിയും. സംഘടനാ രംഗത്തും ഹിന്ദിയിൽ അങ്ങേക്ക് പ്രാവീണ്യം കുറവാണെന്ന് പറഞ്ഞ ചില വാർത്തകൾ കേട്ടു ഈ പദവിയിലേക്ക് വരും മുമ്പ്. ഹിന്ദി പഠിക്കുന്നുണ്ടോ? മേരാ ഹിന്ദി ബഹുത്ത് ബുരാ ഹേ, അച്ഛാ തരഹ് ഭാഷൺ ദേന ബഹുത്ത് മുഷ്കിൽ ഹേ, ഇത്രയൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാവം പിടിച്ച ഹിന്ദിക്കാർ അംഗീകരിക്കും, ഇത്രയും മതിയെന്ന് പറയും. അല്ല, ഈ പ്രായപരിധി ഇപ്പം പാർട്ടിയുടെ ഇപ്പം സുന്ദരയ്യ തൊട്ടുള്ള സഹാക്കളെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പ്രമുഖരായിട്ടുള്ള ബസവപ്പന്നയ്യ, BT രണദേവ്, EMS, AKG അന്നൊന്നും ഇല്ലാത്ത ഈ ഒരു പ്രായപരിധി, ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ളൊരു ഉത്തരവാദിത്വത്തിന് ഒരു ടൈം വെച്ച് ഇത്ര കാലമേ ഇരിക്കാവൂ എന്ന് പറയാം. അല്ലാതെ ഈ ഇപ്പോൾ ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്ന ആരോഗ്യവതികളായിട്ടിരിക്കുന്ന ആൾക്കാരെ 75 പറഞ്ഞ് ഈ കമ്മിറ്റികളിൽ നിന്നെല്ലാം താഴേക്ക് കൊണ്ടുപോകേണ്ടത് ഒരു ശരിയായ തീരുമാനമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ AK ബാലനും അല്ലെങ്കിൽ G സുധാകരൻ, അങ്ങയോടൊപ്പം സഭയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ആദ്യം വന്ന ആൾ, ഇവരെല്ലാം ഇപ്പോഴും ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നു. അവരെയൊക്കെ ഈ കമ്മിറ്റികളിൽ നിന്ന് പദവികളിൽ നിന്ന് മാറ്റാം, പക്ഷേ കമ്മിറ്റികളിൽ നിന്ന് താഴേക്ക് ഇറക്കേണ്ടതുണ്ടായിരുന്നു. അതൊരു ശരിയായ തീരുമാനമായിരുന്നു. അല്ല, പാർട്ടിയുടെ ഇക്കാലത്തെ അനുഭവങ്ങളെല്ലാം മുൻനിർത്തിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ തീരുമാനപ്രകാരം പാർട്ടിയിലെ നേരിട്ടുള്ള സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിയുന്നവർക്ക് വളരെ ഫലപ്രദമായി പാർട്ടി പ്രവർത്തനത്തിൽ സഹകരിക്കാൻ കഴിയുമെന്ന് ഈ രീതി നടപ്പാക്കിയ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് പലയിടത്തും തെളിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ചുമതല ഒഴിഞ്ഞ ബംഗാളിലെ ബിമൻ ബാസു അവിടുത്തെ LDFൻ്റെ കൺവീനറാണ്, അവിടുത്തെ LDF അല്ല, അവിടുത്തെ ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ കൺവീനറാണ്. അദ്ദേഹം പാർട്ടി ഓഫീസിൽ തന്നെ അദ്ദേഹം താമസം തുടരുകയാണ്. പ്രകടനം ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലുണ്ട്, എല്ലാ പരിപാടിക്കിലും മുന്നണിയിലുണ്ട്. ഇപ്പോൾ ജ്യോതിബാസുവിൻ്റെ പേരിലുള്ള പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹമുണ്ട്. പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്തത്, ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തു. എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സഖാവ് എസ് രാമേന്ദ്രൻ പിള്ള AKG സെൻറ്ററിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എല്ലാം ഉണ്ട്, അവരെല്ലാം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് എപ്പോൾ ഒരു ഉപദേശത്തിന് ബന്ധപ്പെടാനും നമുക്ക് ഉറപ്പായി സമീപിക്കാവുന്ന ആൾ സഖാവ് എസ് രാമേന്ദ്രൻ പിള്ളയാണ്. G സുധാകരൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ലല്ലോ. സഖാവ് G സുധാകരനും അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നേതൃത്വം, ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം പരിശോധിച്ച് അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഉമയാൾപുരത്തിൻ്റെ മൃദംഗം, റോജർ ഫെഡററുടെ ടെന്നീസ്, അല്ലെങ്കിൽ യേശുദാസിൻ്റെ പാട്ട്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമ, അല്ലെങ്കിൽ TV ചന്ദ്രൻ്റെ അല്ലെ ഇഷ്ടപ്പെട്ട ഒരാളുടെ സിനിമ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് അല്ലെ രസിപ്പിക്കുന്നത്? ഇത് ഒക്കെ ആസ്വദിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ ഇനി നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഷമമുണ്ടോ? അല്ല, വിഷമമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാലും നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉത്തരവാദിത്വം, പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സമയം നീക്കിവെക്കേണ്ട മേഖല ഏതെന്നുള്ളതിനെക്കുറിച്ചുള്ള പുതിയ സാഹചര്യം നിർബന്ധിക്കുന്ന അവസ്ഥ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടി വരും. പിന്നെ എനിക്ക് റോജർ ഫെഡററുടെ ടെന്നീസ് കാണുന്നത് വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഇനിയിപ്പോൾ സമയം നീക്കി വെക്കേണ്ട കാര്യമില്ല. കാണുമായിരുന്നു, പക്ഷേ അതിനുവേണ്ടി ഇനി സമയം നീക്കി വെക്കേണ്ട കാര്യം, അദ്ദേഹം റിട്ടയർ ചെയ്തു, അദ്ദേഹം ടെന്നീസ് കളിക്കുന്നത്. അതുകൊണ്ട് ഇനി അതിനുശേഷമുള്ളവരൊന്നും കാണുന്നത് എനിക്ക് യാതൊരു താല്പര്യമില്ല. അവിടെ വളരെ ഫനറ്റിക്കാണ് ഞാൻ. അത് ഫുട്ബോളിലും ഒരു ആശ്വാസമുണ്ട് ഇപ്പോൾ. അതായത് മെസ്സി ലാലിഗയിൽ നിന്ന് പോയി ഇപ്പോൾ അമേരിക്കൻ ലീഗിലാണ് കളിക്കുന്നത്. അമേരിക്കൻ ലീഗിലൊന്നും TV വരുന്നില്ല, പിന്നെ ഹൈലൈറ്റ്സ് മാത്രം നോക്കിയാൽ മതി.
ഒരു സമ്പൂർണമായ, ഭാഗികമായെങ്കിലും സമ്പൂർണമായൊരു മനുഷ്യജീവിതം എന്ന് പറയുമ്പം നമുക്കിതൊക്കെ ആസ്വദിക്കാൻ കഴിയണം. നല്ല കവിത വായിക്കണം, നമുക്കിഷ്ടപ്പെട്ട പഴയ കവിതകൾ വീണ്ടും കേൾക്കണം, നല്ല സിനിമകൾ കാണണം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പുതിയ ആവശ്യങ്ങളനുസരിച്ച് ഇതെല്ലാം നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആസ്വദിക്കുന്നതിനെ ഒരു തമാശയായി കാണുന്ന ആൾക്കാരുണ്ട്. പൊതുവെ രാഷ്ട്രീയക്കാർ അരസികന്മാരാണ് കൂടുതലും രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയക്കാർ അരസികന്മാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് മറ്റ് ആവശ്യങ്ങളെ വളരെ ത്യാഗമനോഭാവത്തോടു കൂടി അവഗണിക്കുന്നവരുണ്ടാവാം. അവർക്ക് സർവ്വതും രാഷ്ട്രീയ ജീവിതമാണ്. ആളുകൾ കാണാൻ വരുന്നിടത്തോളം കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുക. അങ്ങനെയല്ല രാത്രി പിന്നെ ക്ഷീണിതനായി കഴിഞ്ഞാൽ പിന്നെ പുസ്തകം, നോവൽ വായിക്കാൻ പറ്റില്ല, കവിത വായിക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റില്ല, പിന്നെ കിടന്നുറങ്ങണം. അത് രാവിലെ എണീറ്റ് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ആളുകൾ വന്നു തുടങ്ങും. അത് ആസ്വദിക്കുന്നവരുണ്ട് എപ്പോഴും. അപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് വളരെയധികം വിയോജിപ്പുള്ള ഒരാളാണെങ്കിലും ശ്രീമാൻ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ കലയും സാഹിത്യവും സംഗീതവും എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യരുടെ മധ്യത്തിൽ നിൽക്കുക. മനുഷ്യർ അദ്ദേഹത്തിൻ്റെ മടിയിൽ വന്നിരുന്നാലും അദ്ദേഹത്തിന് സന്തോഷമാണ്. അതൊരു ലഹരിയാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്കുള്ള സവിശേഷതകളുണ്ട്. വ്യക്തിജീവിതം വേണ്ടതല്ലേ? വ്യക്തിജീവിതവും വ്യക്തിജീവിതവും എല്ലാം അല്ല, അത് വ്യക്തിജീവിതം വേണ്ട. ഈ ആളുകളുടെ ഇടയിൽ പൊതുവേ അല്ല, ഈ വ്യക്തിജീവിതം വേണ്ടെന്ന് ഒരാൾക്ക് വെക്കാൻ കഴിയില്ല. കാര്യം ഇതെല്ലാം കഴിഞ്ഞാലും ഉറങ്ങുന്ന സമയത്തെങ്കിലും. പക്ഷേ പിന്നെ ചിലരെക്കുറിച്ച് കേൾക്കുന്നത് നിവേദനം കൊടുക്കാൻ വേണ്ടി അവരെവിടെയാണെങ്കിലും അവിടെ കയറി ചെല്ലും എന്നൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ അഭിരുചിയുടെ പ്രശ്നമുണ്ട്. ചിലപ്പം വളരുന്നതിനിടയ്ക്ക് നമ്മളിൽ നിക്ഷേപിക്കപ്പെടുന്ന ചില താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ സംഗീതത്തോടുള്ള എൻ്റെ താല്പര്യം അങ്ങനെ എന്നിൽ നിക്ഷേപിക്കപ്പെട്ടതാണ്. അതിന് എൻ്റെ അപ്പച്ചനാണ് കാരണക്കാരൻ. പുള്ളിയുടെ ശാസ്ത്രീയ സംഗീതത്തിലുള്ള താല്പര്യം, ദേശീയ സംഗീത പരിപാടി കേൾക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ അയലത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുക. അദ്ദേഹം സ്വന്തമായിട്ടൊരു റേഡിയോ ഒരു പക്ഷേ വാങ്ങിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നു. കാര്യം പുള്ളി ഒറ്റയ്ക്കിരുന്നത് കേൾക്കത്തേ ഉള്ളൂ. അയലത്ത് വീട്ടിൽ പോകുമ്പോഴാണ് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പം ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള അഭിരുചികൾ ഉണ്ടാകുന്നതിനകത്ത് കാരണമാണ്. ഇപ്പോൾ അമ്മ ലില്ലി അലക്സാണ്ടർ അമ്മയോടൊപ്പം 12 വയസ്സ് വരെ പള്ളിയിൽ പോവുകയും ആൾട്ടർ ബോയ് ഒക്കെ ആവുകയും ചെയ്തു. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള മനസ്സിൽ വരുന്ന ആ ഒരു ചിന്ത എന്താണ്? അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു മഹത്വവും സ്ത്രീ ജീവിതം കടന്നു പോകുന്ന വേദനകളും ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. മക്കൾ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ട്. എന്നാലും മക്കളോട് സ്നേഹമുള്ളത് കൊണ്ട് മക്കൾ തിരഞ്ഞെടുത്ത വഴി തനിക്കിഷ്ടപ്പെട്ടതല്ലെങ്കിൽ പോലും പൊരുത്തപ്പെടുന്ന ഒരു സമീപനമുണ്ട്. ജീവിതത്തിലെ ഒരു ജനാധിപത്യ ബോധം, ജനാധിപത്യ സമീപനം അത് പ്രയോഗിക്കുന്നതിൽ എന്നെ വിസ്മയിപ്പിച്ച എൻ്റെ മാതൃക അമ്മയാണ്. അമ്മയുടെ ഒരൊറ്റ ഉദാഹരണമേ ഉള്ളൂ. കാര്യം ഇങ്ങനെ ആൾട്ടർ ബോയൊക്കെ ആയി നടന്നിട്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിച്ച് MC ജോസഫിൻ്റെയും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ച് ബെർട്രാൻഡ് റസ്സലിൻ്റെയും ഇംഗർസോളിൻ്റെയൊക്കെ പുസ്തകങ്ങളുടെ പരിഭാഷകളൊക്കെ വായിച്ച് ഞാൻ പൊടുന്നതിനെ നാസ്തികനായിട്ട് മാറുകയാണ്, യുക്തിവാദിയായിട്ട് മാറുകയാണ്. എന്നിട്ട് യുക്തിവാദിയായെങ്കിലും എന്നിലെ യുക്തിരാഹിത്യം ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അമ്മയെ യുക്തിവാദം നടത്തി ദൈവബോധത്തിൽ നിന്നും മോചിപ്പിക്കാമെന്നുള്ള അബദ്ധവിശ്വാസമായിട്ട് അമ്മയുമായിട്ട് ഞാൻ തർക്കിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് വെച്ച് യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിന് പൈസ വേണം പോകാൻ. എനിക്കെവിടെ പൈസ? എനിക്ക് പൈസ വേണേൽ അമ്മയോട് ചോദിക്കുക മാർഗമുള്ളൂ. അമ്മയുടെ അടുത്തും പൈസയില്ല. വളരെ എണ്ണിച്ചുട്ടപ്പം പോലുള്ള വരുമാനമാണ്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അയക്കുന്ന പണം, അതെല്ലാം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പറയാം പൈസയില്ല, നീ പോണ്ട. പക്ഷേ അമ്മയ്ക്ക് തീരെ വിശ്വാസമില്ലാത്ത കാര്യത്തിനാണ് ഞാൻ പോകേണ്ടത്. വിശ്വാസ സമ്മേളനമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അയലത്ത് വീട്ടിൽ പോയി പണം കടം വാങ്ങിച്ചു കൊണ്ട് തരികയാണ്. അത്രയും ജനാധിപത്യവാദിയാണ്. അതൊരു വലിയ ജനാധിപത്യ പ്രയോഗമാണ്. അതിനേക്കാളും വലിയ ജനാധിപത്യ പ്രയോഗം ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ വരും. അച്ഛൻ്റെ സ്വാധീനവും വളരെ വലുതായിരുന്നില്ലേ? അച്ഛനൊരു പ്രത്യേക സ്വഭാവവിശേഷമുള്ള ആളായിരുന്നു. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അതിൻ്റെ ഒരു ഗൗരവമുണ്ട്. വീട്ടിൽ വന്നാൽ വായനയുണ്ട്. പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്.
എന്നെയൊന്നും വലിയ തോതിൽ വാത്സല്യിച്ചതായിട്ട് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല. ഒരുമിച്ച് ചില പരിപാടികൾക്ക് പോകും. ഇപ്പം അച്ഛൻ വലിയ സമ്പന്നനായ കോൺട്രാക്ടറായിരുന്നു, മരിയൻ കോൺട്രാക്ടർ. അതെല്ലാം ഉണ്ട്, പക്ഷെ ആ പൈസകളൊന്നും അച്ഛൻ സ്വീകരിച്ചില്ല. അത് ശരിയാണ്. ആ പാതയിലാണോ താങ്കളും ഒരു വീട് പോലും ഒരു സെന്റ് ഭൂമി പോലും വേണ്ടെന്ന് തീരുമാനിച്ചത്? അല്ല, അത് എങ്ങനെയോ അപ്പച്ചൻ്റെ ഈ സ്വകാര്യ സ്വത്തിൽ ഭ്രമമില്ലായ്ക അതെൻ്റെ രക്തത്തിൽ കലർന്നിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു വീട് വെക്കണ്ടേ? വീടുണ്ടല്ലോ. അല്ല, അതിപ്പോൾ പാർട്ടി തന്ന ഒരു വീടാണല്ലോ. അതെ, അതില്ലെങ്കിൽ ബെറ്റി, താങ്കളുടെ പ്രിയതമ്മ ബെറ്റി ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഒരു വീടൊക്കെ വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂമിയാണ് നമ്മുടെ വീട് എന്ന് ഞാൻ തമാശന് പറയുമ്പോൾ അവസാനം ഭൂമിയിലേക്കാണല്ലോ പോകേണ്ടത്. ശാശ്വതമായി നമ്മുടെ വീടായി മാറാൻ പോകുന്നത് ഭൂമിയാണല്ലോ. നമുക്ക് ജീവിക്കാൻ കട്ടിലും അല്ലെങ്കിൽ ഒരു പായും അല്പം ഇടവും ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവും എപ്പോഴും എന്നുള്ള ഒരു സങ്കല്പമാണ്. അത് അങ്ങനെ സങ്കല്പിക്കാൻ സാധാരണത്തിൽ പ്രയാസമുണ്ടെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ പാർട്ടിയുടെയൊക്കെ ഭാഗമായിട്ട് പിന്നെ ഉള്ളൊരു ജീവിതം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് എവിടെ ചെന്നാലും താമസിക്കാനായിട്ട് പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുള്ളത്. എല്ലാവർക്കും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമായിട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇതാണ് നല്ലത്. ഇനിയിപ്പം 2, 4, 5, 10 വർഷം കൂടെയല്ലേ ജീവിതമുള്ളൂ. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ജീവിതത്തിൽ അമ്മ കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് സ്വാധീനിച്ച ഏറ്റവും വലിയ സ്ത്രീ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീ ബെറ്റിയല്ലേ? ഒരു സംശയമില്ല. താങ്കളുടെ ഒരു ജീവിതം ഇത്ര യാത്ര എടുത്ത് നോക്കുമ്പോൾ ബെറ്റിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്നെ സഹിക്കാൻ ബെറ്റിക്ക് എങ്ങനെ കഴിഞ്ഞു ഇത്രയും കാലം എന്നുള്ളതാണ്. അപ്പുവിനെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പുവിനെ ഇഷ്ടമുള്ള വഴിയിലേക്ക് വിട്ടു. അപ്പുവിനെ കുറിച്ചുള്ള എൻ്റെ വലിയ സന്തോഷം, ബെറ്റിക്കും എനിക്കും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു ജീവിതം മാത്രമേ അയാൾ നയിച്ചുള്ളൂ എന്നുള്ളതാണ് അപ്പുവിനെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അതിൻ്റെ അഭിനന്ദനം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് ബെറ്റിക്കാണ്. പിന്നെ എൻ്റെ ചില ക്രിക്കുകളെന്ന് പറയാവുന്ന ചില കാര്യങ്ങളും, ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിരിക്കാൻ അത് വളരെ ഇഷ്ടപ്പെട്ട ഭാഗമുണ്ടെങ്കിൽ അവൻ ഉറങ്ങുകയാണെങ്കിലും അവനെ വിളിച്ചുണർത്തി എനിക്കത് വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ ബെറ്റി ചോദിക്കാറുണ്ട് എന്തൊരു ഭ്രാന്താണ്. ഞാൻ പറഞ്ഞാൽ ശരിയാണ്, ഇതൊരു ഭ്രാന്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലത് വായിച്ച് കേൾപ്പിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഇൻഡോക്ട്രിനേഷനൊന്നും കൂടാതെ തന്നെ, പ്രത്യേകിച്ച് അയാളെ പറഞ്ഞ് ഒരു ബോധവൽക്കരിക്കാതെ തന്നെ മതപരമായ ഒരു ആചാരത്തിലും പങ്കെടുത്തിട്ടില്ല. പേരക്കുട്ടികൾ അല്ല, പേരക്കുട്ടിയുടെ കാര്യം പറയുമ്പോഴാണ് ഏറ്റവും ഞങ്ങളത് വളരെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളോട് ചിലർ ഇങ്ങനെ കുട്ടികൾ കൂട്ടുകേക്ക് കൂടുമ്പോൾ ഭൂതം, ദൈവം ഇങ്ങനെയുള്ള പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അയാളോട് ദൈവത്തെക്കുറിച്ചുള്ള വിമർശനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ചില കൂട്ടുകാരോട് അപ്പൂപ്പൻ എത്തീസ്റ്റാണ്, ഞാനും എത്തീസ്റ്റാണ് എന്നൊക്കെ പോയിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് വളരെ രസകരമാണ്. ഇളയ പേരക്കുട്ടിയുടെ പേര് റാൻ എന്നാണ്. അത് മ്യൂസിക് ഓഫ് ജോയ് അല്ലേ? അതെ അതെ അതെ. അത് അങ്ങേട്ട പേരാണോ? അല്ലല്ല, അതെല്ലാം അപ്പുവിനെ അശോക് എന്ന് പേരിട്ടത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. അതുപോലെ തന്നെ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ മക്കൾക്ക് പേരിടാൻ. അത് അവരാലോചിച്ചിട്ട് ഞങ്ങളോട് പറയും, ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്. പിന്നെ ഞാൻ എൻ്റെ സ്വസിദ്ധമായ രൂപത്തിൽ പേരിടും. പിന്നെ ബെറ്റിയെ ലുട്ടാപ്പി എന്ന് വിളിച്ചിരുന്നു, അപ്പുവിനെ ശിങ്കിടി മുങ്കൻ എന്ന് വിളിച്ചിരുന്നു. ഇപ്പം അപ്പുവിൻ്റെ മകനെയും ശിങ്കിടി മുങ്കൻ എന്ന് വിളിക്കും. അപ്പോൾ ബെറ്റി പറയും അത് അപ്പുവിൻ്റെ പേരാണ്. ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ ശിങ്കിടി മുങ്കൻ 1, ശിങ്കിടി മുങ്കൻ 2, ഇപ്പോൾ ശിങ്കിടി മുങ്കൻ 3 ആയിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ജനറൽ സെക്രട്ടറിയുടെ ഒരു വലിയ ദൗത്യം. ഈ പാർട്ടിയിൽ നിന്ന് തീവ്ര ഇടതുപക്ഷ വ്യതിയാനവുമായിട്ട് പോയ ആൾക്കാരുണ്ട്. പാർട്ടിയിൽ നിന്ന് മാറി CMB രൂപീകരിച്ച് പോയവരുണ്ട്, RMB രൂപീകരിച്ച് പോയവരുണ്ട്. ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ശ്രമമുണ്ടാവും? ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ ഒരു കാഴ്ചപ്പാട് രാജേഷ് പറഞ്ഞതാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പല കാരണങ്ങളാൽ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോയവരുണ്ട്. പാർട്ടി പ്രവർത്തനത്തിൽ കുറച്ച് പിന്നോക്കം പോയതുകൊണ്ട് ചില മാറ്റങ്ങൾ വന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവർക്ക് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷവും സാഹചര്യവും ചുമതലകൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് അനിവേഷണീയമാണ്. ഇപ്പോൾ CMBയുടെ നേതാവായിട്ടുള്ള CP ജോൺ ഒരു കാലത്ത് CPMൻ്റെ ഒരു അഭിവാജ്യ ഘടകമായ പ്രവർത്തകനായിരുന്നു, അല്ല SFയുടെ നേതാവായിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ സജീവമല്ലാതായി മാറിയ സുരേഷ് കുറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇവരൊക്കെ പാർട്ടിയിൽ തെറ്റുതിരുത്തുന്ന ആർക്കും വരാമെന്നുള്ള ഒരു പൊതു ഇതുണ്ട്. അതിനപ്പുറം ഒരു ഇടപെടലുണ്ടാവും? അല്ല, അതിൽ അങ്ങനെ ഒരു ഇടപെടൽ നല്ലതാണ്
എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു വ്യക്തികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി എന്തെങ്കിലും ഒരു നീക്കം നടത്തുക എന്ന പ്രശ്നമില്ല. പൊതുവായിട്ട് ഇങ്ങനൊരു സമീപനം സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച് കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച CPM-ൻ്റെ സമീപനത്തിലുണ്ട്. അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അത് നടപ്പാക്കുന്നതിന് ഏതെല്ലാം വ്യക്തികളുടെ കാര്യത്തിലാണ് ഒരു മുൻകൈ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കേരളത്തിലെ സംസ്ഥാന പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഓരോ കാര്യത്തിലും സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് നിരന്തര ബന്ധമുണ്ട്. ഈ പറയപ്പെടുന്ന പലരും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. CP ജോണുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു. കാര്യം CP ജോണിൻ്റെ മിസ്ഡ് കോൾ കണ്ടു. അപ്പോൾ അത് കോൺഗ്രസ് നേതാക്കന്മാരെന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും, അതെല്ലാം ഞാൻ പറയുന്നില്ല. അതിൽ തുഷാർ ഗാന്ധിയെപ്പോലെ, രാമചന്ദ്ര ഗുഹയെപ്പോലെ, MK സാനു മാഷ് 97 വയസ്സായിട്ടുള്ള ആളാണ്, പപ്പേട്ടൻ, T പത്മനാഭൻ, C രാധാകൃഷ്ണൻ, ക്ഷമിക്കണം അങ്ങനെ ഞാൻ പേരെല്ലാം ഓർത്തെടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേ സമയം അതിന് വേണ്ടി. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് ബന്ധപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ CP ജോണുമായിട്ട് സംസാരിച്ചു. അപ്പോൾ CP ജോൺ UDF-മായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. അതല്ല നമ്മളിങ്ങനെ പോയാൽ മതിയോ എന്നൊന്ന് CP ജോൺ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആലോചിക്കാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റൊരു പാർട്ടി നിൽക്കുന്ന ആളിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകപക്ഷീയമായ ശ്രമം നമ്മൾ നടത്തിക്കൂടാ. ഇപ്പോൾ താങ്കൾ ജനറൽ സെക്രട്ടറിയായി വന്ന ശേഷം നടത്തിയ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തുടർ ഭരണം ലഭിക്കണമെന്നുള്ള കാര്യം, കേരളത്തിൽ മൂന്നാമതൊരു ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയും LDF-ഉം അതിൻ്റേതായ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിയാൽ തുടർ ഭരണം ഉണ്ടാകും എന്നൊരു മറുപടി പറഞ്ഞു. അതെന്താണ്, അങ്ങനെ അല്ലേ ഇപ്പം നടക്കുന്നത്? അല്ല, ഇനി ഒരു വർഷമുണ്ട്. ഇതുവരെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുമല്ലോ, ഇങ്ങനെയൊക്കെ ബോധിച്ചിട്ട് തുടർഭരണം ഉണ്ടാകുമോ? അപ്പോൾ തുടർഭരണത്തിൻ്റെ സാധ്യത ഇപ്പോൾ ഉണ്ട്. ആ സാധ്യത സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇനി അവശേഷിക്കുന്ന നാളുകളിൽ തുടർഭരണത്തിനുള്ള സാധ്യതയുണ്ട്. അത് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും, അതിനെ നേരിടണം. ആ കരുതലോടുകൂടിയിട്ടുള്ള പ്രവർത്തനം വഴി മാത്രമേ വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള സാധ്യത കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു തുടർഭരണം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തുടർഭരണത്തിനൊരു തുടർഭരണം എന്ന് പറയുന്നത് സാഹസികമായ ഒരു സാധ്യതയാണ്. ആ സാധ്യതയ്ക്ക് വലിയ അടിത്തറയിട്ടുണ്ട്. കാരണം റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പം ദേശീയപാത വികസനം, അപ്പോൾ ചിലർ പറയേ അത് കേന്ദ്രത്തിൻ്റെ അല്ലേ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെയും ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാനത്തിൻ്റെ കാശ് വാങ്ങിയിട്ടില്ല. പക്ഷേ സ്ഥലം ഏറ്റെടുക്കാൻ 5000 കോടി രൂപ കിഫ്ബിയിലൂടെ കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുത്തു. ഇതെല്ലാം ജനങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു തീരുമാനം തുടർഭരണത്തിന് അനുകൂലമായി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ട് ആ സാധ്യതയ്ക്ക് ഒരു പോറൽ വേൽക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പാർട്ടി കോൺഗ്രസിൻ്റെ ഇതൊരു പ്രമേയങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ സംഘടനാ റിപ്പോർട്ടിലാണെങ്കിലും സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘടനാ റിപ്പോർട്ടിലാണെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു, അത് മാറ്റിയെടുക്കണം, അല്ലെ CPM-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ BJP വളരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അന്നേരം എങ്ങനെയാണ് അകലുന്നത്? അങ്ങനെ അകലുന്നുണ്ടോ എവിടെയെങ്കിലും? പാർട്ടിക്ക് സ്വാധീനമുള്ള ചില മേഖലകളിലും BJP സ്വാധീനം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ധീരമായിട്ട് പറയാൻ കഴിയുക. രാജഗോപാൽ നിയമസഭയിലേക്ക് പോയത് UDF-ൻ്റെ വോട്ട് ചോർന്ന് രാജഗോപാലിന് കിട്ടിയത് കൊണ്ടാണെന്നുള്ളത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇതുവരെ സമ്മതിച്ചിട്ടുണ്ടോ? എന്നെ അനുമോദിച്ചുകൊണ്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ശ്രീ VD സതീശൻ അയച്ച സന്ദേശം ഞാൻ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം, അതിനകത്തെ കുത്തെന്താണ്? BJP-ക്ക് അനുകൂലമായ നിലപാടുമായി CPM പോകാതിരിക്കുന്ന കാര്യത്തിൽ ജാഗ്രത വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ BJP-ക്ക് അനുകൂലമായ നിലപാടുമായിട്ട് CPM പോയെന്നുള്ളതിന് എന്തെങ്കിലും ഉദാഹരണം ഇതിന് പറയാറുണ്ടോ? ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരാൾ, എൻ്റെ ചോദ്യം പാർട്ടി അകലുന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, CPIM ധീരമായി സത്യസന്ധമായി പാർട്ടിയുടെ ചില സ്വാധീന മേഖലകളിലും BJP സ്വാധീനം നേടിയെടുക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്സഭയിലേക്ക് ഒരു BJP MP കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്നതിനിടയാക്കിയ കോൺഗ്രസ് ഇതുപോലുള്ള സ്വയംവിമർശനം നടത്തുന്നില്ല. അപ്പം
BJPയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ കുറ്റമേറ്റ് പറയേണ്ട കോൺഗ്രസ് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് CPMൻ്റെ ചില സ്വാധീന മേഖലകളിൽ BJP സ്വാധീനം ഉറപ്പിക്കുന്നില്ലേ എന്ന കാര്യം പരിശോധിച്ച് തിരുത്തണം എന്ന് CPM പറയുന്നത്. അപ്പോൾ ആ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആ ആർജവത്തെ അംഗീകരിക്കുകയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളിങ്ങനെ നിങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടും. മറ്റേ വേറൊരു ഉദാഹരണം, ഡൽഹി പോലൊരു സ്ഥലം. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ പ്രകാശ് കാരാട്ടോ അല്ലെങ്കിൽ അന്ന് യെച്ചൂരി പ്രമുഖ നേതാക്കൾ അല്ലെങ്കിൽ AKG ഭവനിലോട്ട് കയറിപ്പോകുന്ന കാണാം. അത് കഴിഞ്ഞ് കുറേ വർഷം കഴിയുമ്പം ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി വരുന്നു, അവരവിടെ അധികാരം പിടിക്കുന്നു, 2 തവണ അധികാരം പിടിക്കുന്നു. ഇപ്പോൾ പരാജയപ്പെട്ടു, പഞ്ചാബിൽ പക്ഷേ അധികാരം നിലനിർത്തുന്നു. ഈ മേഖലകളിലൊന്നും CPMന് എന്തുകൊണ്ട് കടന്നു ചെല്ലാൻ പറ്റി? പാർട്ടി വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തതും ഇപ്പോഴും ശരിയായൊരു ഉത്തരം കണ്ടെത്താൻ പാർട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്നതുമായിട്ടൊരു വിഷയമാണ് രാജേഷ് ചോദിച്ചത്. എന്നാൽ പാർട്ടിക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്കിടയിലുള്ള ജാതിയുടെയും മതവർഗീയതയുടെയും സ്വാധീനം, അത് വർഗാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് തൊഴിലാളികൾ, കൃഷിക്കാർ, ചൂഷണം ചെയ്യപ്പെടുന്നവർ അവരുടെ ഐക്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുമ്പോൾ ആ ഐക്യത്തിന് വേണ്ടി ശ്രമം നടന്ന സ്ഥലങ്ങളിലാണ് വലിയ മുന്നേറ്റങ്ങളും വിജയങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം BJPയും കോൺഗ്രസും എന്നുള്ള ഒരു ദ്വന്ദ്ം രാജസ്ഥാനിൽ അതുണ്ടായിരിക്കുമ്പോഴും 3 അസംബ്ലി സീറ്റ് CPMന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ജയിച്ചതിന് പിന്നിലുള്ള ഘടകം എന്താ? അവിടുത്തെ കൃഷിക്കാരൻ്റെ, ദരിദ്ര കൃഷിക്കാരൻ്റെ, ഇടത്തരം കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉശിരൻ സമരങ്ങൾ കർഷക സംഘത്തിനും പാർട്ടിക്കും ചെങ്കൊടിക്കും നയിക്കാൻ കഴിഞ്ഞു. അപ്പം ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജനങ്ങൾ ഒപ്പം വരുമെന്നുള്ളതിന് വലുതും ചെറുതുമായ ഉദാഹരണങ്ങളുണ്ട്. ആ ജനകീയമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലി വേണ്ട പോലെ നടപ്പാക്കാൻ എവിടൊക്കെ കഴിയാതെ പോകുന്നു അവിടൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള സ്ഥലങ്ങളിൽ ശോഷിച്ചു പോകുന്നു. അത്തരത്തിലുള്ള ജനകീയ പ്രവർത്തനത്തിന് പാർട്ടി പ്രാധാന്യം കൊടുക്കാതെ വന്നാൽ അവിടെ സ്വാധീനം ഇടിയും. മറിച്ച് ആം ആദ്മി പാർട്ടി ഒരു പരിധിവരെ ഒരു ഇടതുപക്ഷ പരിവേഷം കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ, പഞ്ചാബിൽ ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട അനുഭവ പാഠം ഭാവിയിലെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് കൈക്കൊള്ളാറുണ്ട്. ജാതീയതയെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലും ഇപ്പോൾ അംബേദ്കറിനെ അല്ലെ അങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റുപിടിക്കാതെ റഷ്യയിലെ, ചൈനയിലെയൊക്കെ നേതാക്കളെ നോക്കുകയും അതുപോലെ തന്നെ 2ാം ഘട്ടത്തിൽ ജ്യോതി ബാസുവിന് പ്രധാനമന്ത്രിയാവാനുള്ള അവസരം നിഷേധിച്ചതും ഇന്ത്യൻ പാർട്ടിയിലെ ഉത്തരേന്ത്യയിൽ വളരുന്നതിന് വലിയ വിഘാതമായില്ലേ? ഒരുപക്ഷെ പാർട്ടിയുടെ സ്വീകാര്യത ജ്യോതി ബാസു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ കൂടില്ലായിരുന്നു. അല്ല, ഇതിൽ 2 ഭാഗമുണ്ട്. ഒന്നിപ്പോൾ റഷ്യയിലെയും ചൈനയിലെയും ഒക്കെ നേതൃത്വത്തിൻ്റെ ജാതീയതയെ അഡ്രസ്സ് ചെയ്തില്ല മാതൃക. പാർട്ടി സ്വതന്ത്ര ഇന്ത്യയിൽ ചൈനീസ് പാതയാണോ റഷ്യൻ പാതയാണോ എന്നൊക്കെയുള്ള ചോദ്യം ചർച്ച ചെയ്തിട്ട് ഇന്ത്യൻ പാതയാണ് വേണ്ടത്, റഷ്യയിലെയും ചൈനയിലെയും മാതൃകകൾ സ്വീകരിക്കാവുന്ന ചിലത് ഉൾക്കൊള്ളാം, പക്ഷേ ഒരു ഇന്ത്യൻ പാതയാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ജാതീയതയുടെ കാര്യത്തിൽ EMS ഒരു ഘട്ടത്തിൽ ജോവാൻ റോബ്സൺ EMSുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ചോദിച്ചു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ താഷ്കെൻഡിൽ സ്ഥാപിക്കപ്പെട്ടു 1920 ഒക്ടോബർ 17 എന്ന് പറയുന്നു. CPIക്കും മറ്റും വ്യത്യസ്തമായ 1925 ഇന്ത്യയിൽ കാൺപൂരിൽ ചേർന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയതെന്ന് പറയുന്നത്. ആ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 1921 പൂർണ്ണ സ്വരാജിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രമേയം അവതരിപ്പിച്ചു എന്ന് നമ്മളെല്ലാവരും CPIക്കാരും പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ 1921 അവിടെ പ്രമേയം അവതരിപ്പിക്കുക? അപ്പോൾ 25 എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ ചില അപകടങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 2 പ്രധാനപ്പെട്ട വർഷങ്ങളാണ് 1920 താഷ്കെൻഡിലെ മീറ്റിങ്ങും കാൺപൂരിലെ മീറ്റിങ്ങും. പക്ഷേ ജോവാൻ റോബ്സൺ ചോദിച്ചത് 1921 മാത്രം രൂപവൽക്കരിക്കപ്പെട്ട ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 49 വിപ്ലവം വിജയിപ്പിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ 3 പതിറ്റാണ്ട് തികയുന്നതിന് വിപ്ലവം വിജയിപ്പിക്കാൻ പറ്റി, ഇന്ത്യയിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് പോയിന്റിലായിട്ട് EMSനോട് ചോദിച്ചു. EMS കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, കാസ്റ്റ്. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. EMSന് ഈ ചുരുക്കി പറയാനുള്ള EMSൻ്റെ കഴിവ് പ്രസ്തുതമാണല്ലോ. അപ്പോൾ ജാതിയുടെ പ്രവർത്തനം ഇന്ത്യൻ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അഥവാ
ജാതിയുടെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ ശരിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള കരുതൽ കുറവോ അല്ലെങ്കിൽ ഗൃഹപാഠത്തിൻ്റെ കുറവോ പ്രശ്നമായിട്ടുണ്ട്. എന്നാൽ കാൽനൂറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരത്ത് AKG ഹാളിൽ വെച്ചാണ് പാർട്ടിയെ കാലോചിതമാക്കാനുള്ള സമ്മേളനം നടത്തിയത്. അവിടെ ജാതിയുടെ പ്രശ്നം വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ജാതിയുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ടുള്ള വലിയ സമരങ്ങൾ, ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ ജാതി മതൽ തകർക്കാനുള്ള സമരം അവിടെ പ്രകാശ് കാരാട്ടെത്തി. മടേസ്നായ്ക്കും പങ്ക്തിഭേദയ്ക്കുമെതിരായി ഞങ്ങളെല്ലാം കൂടെ പോയി പിന്നെ മംഗലാപുരത്ത്, പിന്നെ ഉടുപ്പിയിൽ സമരം നടത്തി, കൊപ്പാളിൽ സമരം നടത്തി, ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും. അപ്പം ഇത്തരം സമരങ്ങൾ കൂടുതൽ ഫലപ്രദമാവുകയും വ്യാപകമാവുകയും ചെയ്താൽ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാവി, ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നതിൽ ഗണനീയമായ സംഭാവന നൽകാൻ കഴിയുന്ന ശക്തിയായി വളരും എന്നാണ് ഞാൻ. ജ്യോതി ബസുവിനുള്ള ഒരു അവസരം നിഷേധിച്ചത്, ജ്യോതി ബാസുവിനുള്ള അവസരം നിഷേധിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഞങ്ങളെല്ലാം കൂടി EMS എല്ലാം ഉള്ള സമയമാണ്. അവിടെ ചർച്ച ചെയ്തപ്പോൾ രണ്ട് വശങ്ങൾ വന്നു. ഒന്ന്, ഇത് അപൂർവമായിട്ടുള്ളൊരു സന്ദർഭമാണ്. ഇത് ഉപയോഗപ്പെടുത്തുന്നത് ചിലപ്പോൾ പാർട്ടി കൂടുതൽ ജനങ്ങളിലേക്ക് പാർട്ടിയെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കും. ചുരുങ്ങിയ കാലമേ അങ്ങനെ ഒരു ഗവൺമെൻറ് ഇരിക്കാൻ പറ്റുകയുള്ളൂ. ആ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രതീകാത്മകമായി ജനങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാർട്ടിക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് കടന്നുകൂടാൻ ഇത് അവസരം സൃഷ്ടിച്ചേക്കാം എന്നുള്ള ആശയം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുമെന്നും അവരുടെ രക്ഷയ്ക്ക് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിട്ട് അത് ഈ ജനവിഭാഗങ്ങളിലെല്ലാം വലിയ നിരാശ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചാലോ? അതിനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിന് ഉപോത്ബലകമായി ഉയർന്നു വന്ന അഭിപ്രായം CPM-ന്, CP ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ 75 അംഗങ്ങൾ പോലും ഇല്ല. 64. അതെ. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പദം എങ്ങനെ ഏറ്റെടുക്കും? പിന്നെ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ നിർദ്ദേശം വന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ്, ജ്യോതി ബാസുവിനെ പോലൊരു നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്തട്ടെ എന്ന് ചിന്തിച്ചിട്ടാണോ? അല്ലേ? ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അവരുടെ ഒരു നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ ഇല്ല. ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള പ്രതിസന്ധി അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പ്രധാനമന്ത്രിയാക്കാൻ അവർ നിർദ്ദേശിക്കുമായിരുന്നില്ല. ജ്യോതി ബാസുവിന് സമൂഹത്തിലുണ്ടായിരുന്ന അംഗീകാരം, പ്രശസ്തി, ദീർഘകാലയോടെ മുഖ്യമന്ത്രിയായിരുന്ന് പ്രവർത്തിച്ച അനുഭവ സമ്പത്ത്, ഇതെല്ലാം കൊണ്ട് ജ്യോതി ബാസുവിനെ നമുക്ക് നിർദ്ദേശിക്കാം, കുഴപ്പമില്ല എന്നുള്ള ചിന്തയും അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ സുവർണാവസരം നഷ്ടപ്പെടുത്തലായിരുന്നു. സുവർണാവസരം ഒന്നും ഞാൻ കാണുന്നില്ല. ഈ രണ്ട് വശങ്ങൾ ബ്ലണ്ടർ എന്നാണ് ജ്യോതി ബാസുവിന് അങ്ങനെ പറയാനുള്ള പിന്നെ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള ആധികാരികതയുണ്ട്. ആ നീക്കത്തെ എതിർത്ത ഒരാളാണ് താങ്കളുടെ. അല്ല, ഞാനെന്ത് നിലപാടെടുത്തു എന്നുള്ളത് പിന്നെ സഖാവ് രാജേഷുമായിട്ട് ഇവിടെ അത് ആ വസ്തുത പങ്കുവെക്കുന്നത് അതൊരു പാർട്ടി രഹസ്യമായിട്ടിരിക്കേണ്ട കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ടിരിക്കേണ്ടി വരും. ഇത് രാജേഷ് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, രാജേഷിൻ്റെയൊക്കെ ഒരു മഹാകാരണവരായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഡൽഹിയിൽ ആ സമയത്ത്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദിലീപ് അഡ്ഗോങ്കർ ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്ററായിരുന്നു. പിന്നെ അപ്പം ഞങ്ങളൊരു ടേബിളിൽ ഒരു ഡിന്നറിൽ ഇരിക്കുകയാണ്. അദ്ദേഹം വളരെ ചാതുര്യമുള്ള പത്രപ്രവർത്തകനാണ്. പല കാര്യങ്ങളും അദ്ദേഹം പത്രാധിപരായിട്ടിരിക്കുമ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ 2 ഇയർ പാനലിൽ ഒന്നിൽ ഇടതുവശത്ത് ലെറ്റ്, വലതുവശത്ത് വെയിറ്റ്, അതായത് വായിക്കുമ്പോൾ ലെറ്റ് ദ ടൈംസ് ഓഫ് ഇന്ത്യ വെയിറ്റ് എന്ന് പറഞ്ഞ പരസ്യം അടിച്ചു. അതെ, അത് അങ്ങനെ പലതുമുണ്ട്. അവരെയൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുവും മറ്റൊരു പത്രവും തമ്മിൽ പരസ്പരം പരിഹസിച്ചിട്ട് അടിച്ചിട്ടുള്ള പരസ്യമൊക്കെ, അങ്ങനെ ഒരുപാട് കൗതുകരമായ കഥകളിലുള്ള ആളാണ്. പക്ഷേ ഡൽഹിയിലെ ഏറ്റവും ഒരു താപ്പാനയായിട്ടുള്ള പത്രാധിപരായിരുന്നു അദ്ദേഹം. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ കാൻഡിഡേറ്റായിട്ട് ഒരുപാട്, ഞങ്ങളൊരു 5 പേരിരിക്കുന്ന ടേബിളാണ്. എൻ്റെ അടുത്ത സീറ്റ് തന്നെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ട് ഇങ്ങനെ പിന്നെ ദീർഘമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ടുപിട്ടുന്നത്. അപ്പം പുള്ളി എന്നെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. അവസാനം വളരെ അപ്പം ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഡിബേറ്റ് യു ഹാഡ് ഇൻ ദ സെൻട്രൽ കമ്മിറ്റി. സോ ഐ ഹേർഡ് ദാറ്റ് യു ഹാഡ് സം ഇൻട്രസ്റ്റിംഗ് ഫോർമുലേഷൻസ് ആൻഡ് യു മെയ്ഡ് ദാറ്റ് ഇൻ ദ മീറ്റിംഗ്. I have been very candidly discussing with you, but this is an area which I am afraid
ഐ മേ നോട്ട് ബി ഏബിൾ ടു ഷെയർ വിത്ത് യു. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് മാത്രം പുള്ളി പറഞ്ഞു. അന്നും അതൊരു രഹസ്യമായിരുന്നു, ഇന്നും അതൊരു രഹസ്യമായിട്ടിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ അനന്തരവനായിട്ടുള്ള വി എസ് രാജേഷും ഈ ചോദ്യം ഉന്നയിച്ചു. ഇതിന് മറുപടി ചില യോഗങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ 996 വിഷയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തതാണ്, ഇതായിരുന്നു ചോദ്യം. എന്നിട്ട് ഞാൻ പറയും ഒരു ഭാഗം വാദിച്ച് ഇതാണ്, മറുഭാഗം വാദിച്ച് ഇതാണ്. അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഈ സംസാരിക്കുന്ന ആൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന്. ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചർച്ചയിൽ പങ്കെടുത്ത് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഇന്ന് വെളിപ്പെടുത്താനിടയുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ അത് വേണമെങ്കിൽ വെളിപ്പെടുത്താവുന്നതാണ്, എല്ലാവർക്കും അറിയാത്തില്ലേ. അത് പാർട്ടി അച്ചടക്കത്തിന് നിരക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് ക്ഷമിക്കണം, ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അത് വിടും. ഇനിയിപ്പോൾ യാത്രകളാണോ അത്? ഇനി അങ്ങോട്ട് യാത്രകളുണ്ട്. കേരളത്തിൽ താമസം പൂർണ്ണമായിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ലേ? അതെല്ലാം സംബന്ധിച്ച് പാർട്ടി അവിടെ കൂടിയാലോചിച്ച് ഓരോ കാര്യങ്ങളും തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിലെ എല്ലാ സഹാക്കളുടെയും കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഇനി എങ്ങനെ വേണം കാര്യങ്ങളെന്നെല്ലാം ഉള്ളത് ഞങ്ങൾ ഈ മാസം അവസാനമോ മെയ് മാസം ആദ്യമോ ആദ്യത്തെ യോഗം കൂടും, അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട. എന്തായാലും പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ അങ്ങേക്ക് കഴിയട്ടെ. എല്ലാ ആശംസയും.